എൻ്റെ പേര് ഡോക്ടർ ജോർജ് തോമസ്. ഞാൻ മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജിലെ ഓർത്തോപെഡിക്സിൻ്റെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഓപ്പൺ ഫ്രാക്ചേഴ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചേഴ്സ് എന്നുള്ളതാണ്. എന്താണ് ഓപ്പൺ ഫ്രാക്ചർ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ? അസ്ഥി ഒടിഞ്ഞിട്ട് അസ്ഥിയുടെ കഷ്ണങ്ങൾ ചർമ്മത്തിൽ കൂടെ വെളി വരുന്ന ഒരു കണ്ടീഷനാണ് ഓപ്പൺ ഫ്രാക്ചർ. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? സാധാരണയായിട്ട് ഹൈ വെലോസിറ്റി ആക്സിഡൻസ്, റോഡ് ട്രാഫിക് ആക്സിഡൻസ് മുതലായവയിൽ നിന്നാണ് ഇത് സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. കാലിലെയും കയ്യിലെയും ലോങ് ബോൺസിലാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ആശുപത്രിയിൽ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ടോട്ടലായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ചെയ്യണം, ഒരു ഹെഡ് ടു ഫുട്ട് എക്സാമിനേഷൻ. കാരണം പലതരം മാരകമായുള്ള ജീവൻ തടസ്സപ്പെടുത്തുന്ന പരുക്കളും ഉണ്ടാവാം. അതുകൊണ്ട് ABCs ഓഫ് എക്സാമിനേഷൻ നമ്മൾ ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിനുള്ള ചികിത്സ നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ മുറിവ് നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് ഇതിനകത്ത് ചതഞ്ഞറിഞ്ഞ മസിൽസും പേശികളും ഒക്കെ എടുത്തു മാറ്റണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ വൂണ്ട് ഡിബ്രൈഡ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രാക്ചർ സ്റ്റെബിലൈസ് ചെയ്യും. അതായത് പുറമേ കമ്പിയിട്ടാണ് നമ്മൾ ചികിത്സിക്കുന്നത്. അതിനാണ് എക്സ്റ്റേണൽ ഫിക്സേറ്റർ എന്ന് പറയുന്ന ഒരു ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ഫ്രാക്ചർ സ്റ്റെബിലൈസ് ചെയ്യും. അടുത്ത ഘട്ടമായിട്ട് നമ്മൾ ഒരു സോഫ്റ്റ് ടിഷ്യൂ കവർ, അതായത് ഈ മുറിവ് വലിയ മുറിവായിരിക്കും, അതിനെ ഒരു സ്കിൻ കവർ കൊടുക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക് സർജന്റെ സഹായം തേടും. അദ്ദേഹം അത് ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ കവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്റ്റേണൽ ഫിക്സേറ്റർ എടുത്തിട്ട് ഈ പേഷ്യന്റിന്റെ ഒടുവിന് വേണ്ടിയുള്ള ഡെഫിനറ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യും. അത് സാധാരണയായിട്ട് അകത്തൊരു കമ്പി ഇടുമോ, ബോൺ ഗ്രാഫ്റ്റിങ്ങോ അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ് ആയിരിക്കും. ഇതിന്റെ കൂടെ തന്നെ ആന്റിബയോട്ടിക്സ് കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണിശമായിട്ട് ചെയ്തിരിക്കണം. ഏറ്റവും പ്രധാനമായ കാര്യം ചതഞ്ഞരഞ്ഞടക്കുന്ന മസിൽസും ഫേഷ്യയും ബാക്കി ടിഷ്യൂസും എല്ലാം കരുതലോടുകൂടി എടുത്ത് മാറ്റുകയും അത് കഴിഞ്ഞിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യണം. അവസാനമായിട്ട് നമ്മൾ ഫ്രാക്ചർ ഡെഫിനറ്റായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഫിസിയോതെറാപ്പി വഴി നമുക്ക് പേഷ്യന്റിനെ പഴയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. Mount Zion Medical College Hospital, Adur, Pathanamthitta.